ഹായ് ഹലോ, ഈ സുന്ദരി ചെടി ഏതാണെന്നറിയോ? ഇതാണ് കോസ്റ്റ് സ്പീഷ്യസ് വെരിക്കേറ്റഡ് ലീഫുള്ള ചെടിയാണ് കേട്ടോ. കോസ്റ്റ് സ്പീഷ്യസിൻ്റെ വെരിക്കേഡ് അല്ലാത്ത ഗ്രീൻ കളറുള്ള ഒരു ചെടിയുടെ ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രൈപ്പ് ജിഞ്ചർ പ്ലാന്റ് അല്ലെങ്കിൽ കോസ്റ്റസ് സ്പീഷ്യസ് എന്ന് പറയുന്ന ആ ചെടി. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കാണാത്തവരെന്തായാലും ഒന്ന് കാണണം. അതിൽ നമ്മൾ ഈ ചെടി അത്ര നിസ്സാരക്കാരനല്ല, കാരണം ഈ ചെടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ മറക്കാതെ അത് കാണട്ടോ. അപ്പോൾ ഈ ചെടീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെരിക്കേറ്റഡ് ലീഫുള്ളതാണ്. പിന്നെ മറ്റേത് ഗ്രീൻ കളർ മാത്രമാണ് ഉണ്ടാകുക. ഇത് വെരിക്കേറ്റഡ് വൈറ്റും ഗ്രീനും, ബോർഡറിൽ നല്ല വൈറ്റും സെൻറ്ററിൽ ഗ്രീനും ആയിട്ടുള്ള കുറച്ച് വലിപ്പമുള്ള ലീഫാണ് കേട്ടോ. അതുകൂടാതെ ഇതിൻ്റെ തണ്ട് നല്ല മെറൂൺ കളറുള്ള തണ്ടാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്പൈറൽ ജിഞ്ചർ പ്ലാന്റ് എന്ന് പറയട്ടോ. സ്പൈറൽ, അതായത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇത് പോവുക. വളർത്തുന്നവർക്ക് എന്തായാലും മനസ്സിലാകും. വീട്ടിലെ നിങ്ങളുടെ ഗാർഡനിൽ ഈ ചെടിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ലോണം വളഞ്ഞിട്ട്, അതായത് സ്പൈറൽ പോലാണ് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് സ്പൈറൽ ജിഞ്ചർ പ്ലാന്റ് എന്നും കൂടി പേരുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾ നേരെ എന്തായാലും നിൽക്കില്ല കേട്ടോ, സ്റ്റെമ്മ് നേരെ പോകില്ല. നല്ല രീതിയിൽ സ്പൈറൽ പോലെ, അതായത് നല്ലോണം വളഞ്ഞിട്ട്, അപ്പോൾ ഓരോ വളയുമ്പോൾ നമ്മൾ ഓരോ കൊമ്പിൽ ഒരു സ്റ്റെമ്മിൽ ഇപ്പോൾ അപ്പുറം അപ്പുറമല്ല ലീഫ് ഉണ്ടാകുക. ഇതിൽ അങ്ങനെയല്ല, ഒരേ സൈഡിലാണ് ലീഫ് ഉണ്ടാകുക. അത് സ്പൈറൽ, അതായത് വളഞ്ഞിട്ട് നമുക്ക് തോന്നാമെന്നറിയാം. എന്തായാലും ഇതൊക്കെ കണ്ടില്ലേ, ഇതിൽ കാണിക്കുന്നത് ഒരേ ഇതിലാണ് ഈ ലീഫൊക്കെ ഉണ്ടാവുക. അതുകൂടാതെ അത് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടിക്കൊടുത്തിട്ട് ഇത് നന്നാക്കാൻ നോക്കിയാലും ഇത് വീണ്ടും വരുന്നത് അങ്ങനെ തന്നെ സ്പൈറൽ പോലെ, അതായത് വളഞ്ഞിട്ട് തന്നെയാണ്. നല്ല റൗണ്ട് ഷേപ്പിൽ വളഞ്ഞിട്ടല്ല, റൗണ്ട് ഷേപ്പിലേക്ക് തന്നെ ഈ ഇതിൻ്റെ സ്റ്റെമ്മ് പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാതെ കുറച്ചൊരു ലോ ലൈറ്റ്, അതായത് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്തല്ല വെക്കേണ്ടത്. ഒരു സ്പാർഷ്യൽ ഷെയ്ഡിൽ വെച്ച് വളർത്തേണ്ട ചെടിയാണ് കേട്ടോ. നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ്. അതുകൂടാതെ തന്നെ ഇതിനൊരു ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ. ലീഫ് പ്ലാന്റ് അല്ല, നമ്മുടെ ഗ്രീൻ കളറുള്ള പിന്നെ ജിഞ്ചർ പ്ലാന്റ്, അതായത് സ്ക്രൈപ്പ് ജിഞ്ചർ പ്ലാന്റിന് മെറൂൺ പൂമൊട്ടുകളും വൈറ്റ് പൂക്കളുണ്ടാകും. അതുപോലെ തന്നെ ഇതിലുണ്ടാവുന്ന മൊട്ടുകൾ മെറൂൺ കളറായിരിക്കും, പക്ഷെ അത് വിരിഞ്ഞ് വന്നിട്ടെങ്കിൽ നല്ല വൈറ്റ് പൂക്കളാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ പൂക്കൾ കാണിക്കാനില്ല. എൻ്റെ മറ്റേ ഫുൾ വീഡിയോയിൽ ഞാൻ പൂക്കളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവശത്ത്, അതായത് വേരും തണ്ടൊക്കെ ചീഞ്ഞു പോകുക. അങ്ങനത്തെ ഒരു സ്റ്റെമ്മൊക്കെയാണ്. പിന്നെ കുറച്ചൊരു കനമുള്ള സ്റ്റെമ്മാണ് കേട്ടോ. അതുകൊണ്ട് ഒടിഞ്ഞിങ്ങനെ താഴോട്ട്